അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് പൊഴിയൂർ എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നീരോടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ശരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലമുണ്ട്. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും കേരളത്തിലാണ്. കേരളത്തിൽ പൊഴിയൂരിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള തന്നെ ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക്, ഈ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് തമിഴ്നാട് സ്റ്റേറ്റാണ്. അപ്പോൾ ഈ പൊഴിയൂർ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടുത്തെ ഒരു ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. കണ്ടല്ലോ, കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ അടുത്താണ്. പൊഴിയൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയും തമിഴ്നാട് സ്റ്റേറ്റും തമ്മിൽ ഉള്ള ബോർഡറിലുള്ള ഒരു സ്ഥലമാണ് പൊഴിയൂർ. അതായത് തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ബോർഡറിലുള്ളൊരു സ്ഥലമാണ് പൊഴിയൂർ. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളൊരു ആ ഒരു സ്ഥലത്തുള്ളൊരു ബീച്ചാണിത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് കാണാനായിട്ട് വന്നേക്കണം. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം. നമ്മുടെ ഈ പൊഴിയൂർ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു പിയാത്ത രൂപമാണ് ഇപ്പം നിങ്ങൾ ഈ പുറകിൽ കാണുന്നത്. വലിയൊരു പാറയാണ്, അതിൻ്റെ മുകളിലാണ് ഈ ഒരു പിയാത്ത രൂപം ഉണ്ടാക്കി വെച്ചേക്കണം. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോറൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ അകത്തുകൂടി, ഈ പാറയുടെ അകത്തുകൂടി നമുക്ക് ഇതിൻ്റെ അകത്തുകൂടി കയറി നടന്ന് കാണാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം അത് ഓപ്പൺ അല്ല. പിന്നെ അതുമാത്രമല്ല, അതിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ അലൗഡും അല്ല. അപ്പോൾ നമുക്ക് ഇന്ന് മുകളിൽ കയറിയിട്ട് അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. കണ്ട, വലിയൊരു പിയാത്ത രൂപമാണിത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ നല്ലൊരു വ്യൂ കാണാം കേട്ടോ. ഈ കാണുന്നത് കായലാണ് ശരിക്കും. ഈ സൈഡിൽ കാണുന്നത് കായലാണ്. പിന്നെ ആ ഒരു അറ്റത്ത് കാണുന്ന ആ കുറച്ച് ഇതുപോലെ കാണുന്നത് റിസോർട്ടുകളാണ്. അത് പൂവാർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആ സൈഡിലാണ് ബീച്ച്. അതായത് അവിടെ ഒരു തീരം ഇങ്ങനെ ഉണ്ട്, അതിൻ്റെ അപ്പുറത്താണ് ബീച്ച്. ഈ കാണുന്നതെല്ലാം കായലിൻ്റെ ഭാഗങ്ങളാണ്. നീലാകാശം പച്ചക്കടൽ എന്നൊക്കെ പറയണ പോലത്തെ ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. നല്ല ഭംഗിയായിട്ടുണ്ട് ബീച്ച് കാണാനായിട്ട്. നല്ല രസമാണ്. ഇപ്പൊ കടലിങ്ങനെ എരമ്പി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തീരമാണെങ്കിൽ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ദേ നമ്മൾ ആ ഒരു സൈഡിൽ നിന്നാണ് ഇപ്പം ഇങ്ങോട്ട് നടന്നു വന്നത്. ഈ സൈഡിൽ കുറേ പിള്ളേർ ഇവിടെ നിന്ന് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. ദേ നമ്മുടെ ഫെലോ ട്രാവലർ അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കണേ ഈ കാണുന്ന. അപ്പുറത്ത് കാണുന്നതാണ് കായൽ. നമുക്ക് കായലിൽ ഇറങ്ങണമെങ്കിൽ കായലിൽ ഇറങ്ങാം, കടലിൽ ഇറങ്ങണമെങ്കിൽ കടലിൽ ഇറങ്ങാം. പിന്നെ നമുക്ക് പൊഴി മുറിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ, പൊഴി മുറിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാഴ്ച കൂടെ നമുക്ക് കാണാനുണ്ട്. ആ പൊഴി മുറിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കായലിലെ വെള്ളം കടലിലേക്ക് പൊഴി വെട്ടി അങ്ങോട്ടേക്ക് കടത്തി വിടും. അപ്പൊ ആ ഒരു വെള്ളമൊക്കെ കടലിലേക്ക് കടത്തി വിടുന്ന ആ ഒരു സംഭവമാണ്. അത് കണ്ടിട്ട് വരാം. അതെ, ഈ ഒരു ഭാഗത്താണ് പൊഴി മുറിച്ചേക്കുന്നത്. അതായത് കായലിലെ വെള്ളം കടലിലേക്ക് ചെന്ന് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു തീരം കുറച്ച് ഭാഗങ്ങൾ അവര് വെട്ടി മാറ്റിക്കണം. അതായത് JCB ഉപയോഗിച്ചാണ് ചെയ്യണത്. JCB ഉപയോഗിച്ച് ആ ഒരു കുറച്ച് ഭാഗങ്ങൾ മുറിച്ച് മാറ്റിക്കണം. അതിനാണ് ഇവരിവിടെ പൊഴി മുറിക്കലെന്ന് പറയണം. അപ്പൊ ആ രീതിയിലാണ് ഇവിടെ കായലിലെ വെള്ളം കടലിലേക്ക് ചെന്ന് ചേരുന്നത്. ആ ഒരു സ്ഥലത്താണ് ഇപ്പൊ ഈ പിള്ളേര് ഇവിടെ നിന്ന് കുളിക്കണം. നല്ല ഒഴുക്കുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത്. പക്ഷെ കുറെ അങ്ങോട്ട് നീങ്ങി ഒന്നും നമുക്ക് കുളിക്കാനൊന്നും പറ്റില്ല. നല്ല ഒഴുക്കാണ്. ഈ ഒരു ഭാഗത്ത് ഒഴുക്കുണ്ട് അത്യാവശ്യം. അത് അടിപൊളിയായിരുന്നു കേട്ടാ. അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകിയതേ കടൽ അവിടെ നിന്ന് കേറിയതേ ഒഴുകി വന്ന പാടാണ് ഈ കാണുന്നത്. ഇനി കടലിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയതേ ഇവിടെ വന്ന് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും. ആ വെള്ളത്തിലേക്ക് ഇപ്പൊ ഈ പിള്ളേരൊക്കെ കുളിക്കുന്നത്. അതാകുമ്പോ ഇവിടെ ആഴമൊന്നും ഉണ്ടാവില്ല.
ഹാർബറിന്റെ അടുത്തുള്ള അൽ മുസ്താദ് ഹോട്ടലിന്റെ അടുക്കളയിലാണ്. അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞാൻ പോയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടാ കോയിൻ പൊറോട്ടയും പിന്നെ മിന്റ് കട്ടൻ. പിന്നെ ഉടനെ നമുക്ക് വേണ്ടിയുള്ള മീൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കേണ്ട, അത് റെഡി ആക്കിയാൽ പിന്നെ അടുത്തത് നമ്മൾ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ചേട്ടൻ. ചേട്ടന്റെ പേരെന്ന് പറഞ്ഞാൽ ഒന്ന് ക്യാമറയിൽ നോക്കി പറയോ? എന്റെ പേര് ജമാൽ. നമ്മൾ ഓർഡർ ചെയ്ത മീൻ ഇവിടെ റെഡിയായി. എന്ത് മീനായിരുന്നു? വിളമീൻ. ചിലത് ശേരി എന്ന് പറയും. ഇവിടെ അങ്ങനെയാണോ പറയണം? അല്ല, ഇവിടെ വിളമീൻ എന്ന് പറയും. ചിലത് ശേരി എന്ന് പറയും. അതിന്റെ മസാല ഇതില് നാരങ്ങ ഉണ്ട്, സലാഡ് വെച്ചു. ഇപ്പൊ നമ്മുടെ എന്താ പറഞ്ഞ വിളമീൻ ഫ്രൈ ചെയ്തത് എത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേക അവര് എണ്ണയെല്ലാം ലൈവായിട്ട് തന്നെ ഇവിടെ കുക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ മാത്രമേ എല്ലാം കുക്ക് ചെയ്യുള്ളൂ. അത് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ട് സെർവ് ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം പെരട്ടി അവർ ക്ലീൻ ചെയ്ത് ഇതെല്ലാം പെരട്ടി വെച്ച് തരും. നമ്മൾ എന്ത് മീനാണ് നമുക്ക് ഫ്രൈ ചെയ്ത് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഫ്രൈ ചെയ്ത് തരും ഉടനെ തന്നെ. അപ്പൊ ഇവിടെ മെയിനായിട്ട് ഇതാണ്, ഫിഷാണ്, അതായത് സീ ഫുഡാണ്. സീ ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് വിളമീനാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ ഇട്ടിരിക്കുന്ന ഈ ഒരു എന്താ പറഞ്ഞ ഈ ഒരു സംഭവമില്ലേ, തക്കാളി, അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്പെഷ്യൽ കൂട്ടാണ്. നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള നാരങ്ങയുണ്ട്. ഇതാണ് ഒരു സ്പെഷ്യൽ. പിന്നെ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തന്നെ ഗ്രേവിയാണ്. ഇത് ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യൽ സാധനമാണ് കോയിൻ പൊറോട്ട. നല്ല ചൂടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ടയാണ്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മിന്റ് കട്ടനാണ്. ഈ മിന്റ് കട്ടനും ഈ പൊറോട്ടയും നമുക്ക് വെറുതെ, പൊറോട്ട കറിയൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാം, അത്രയും ടേസ്റ്റാണ്. പിന്നെ അതുകൂടാതെ അപ്പമുണ്ട്. ഇപ്പം നമുക്ക് മീനിൻ്റെ കൂടെ ആണെങ്കിലും എന്ത് ഐറ്റമാണ്, പൊറോട്ടയും അപ്പം, അങ്ങനെ വേറെ ഒരുപാട് കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇനി വിഴിഞ്ഞ ഭാഗത്തൊക്കെ വരാൻ നേരത്ത് ഈ ഹോട്ടലിൽ വന്നോളൂ, കഴിച്ചോ. അതെ, അപ്പം നമ്മുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളിനി കഴിച്ചു തുടങ്ങാൻ വേണ്ടി പോകണം. എന്ന് പറഞ്ഞാൽ ഒരാളൊന്നും കഴിച്ചാൽ ചിലപ്പോൾ തീരൂല കേട്ടോ. 3 പേർക്കൊക്കെ വരെ കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ മീനിൻ്റെ മുകളിലിട്ടേക്കണ ഈ ഗ്രേവിയില്ലേ, ഗ്രേവി ഇല്ല, അതിൻ്റെ ആ ഒരു സവാളയും ഇടിച്ച മുളകും തക്കാളി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ കൂട്ടാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഉസ്താദ് ഹോട്ടൽ, അതായത് അൽ ഉസ്താദ് ഹോട്ടലിലെ കുറേ കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഇനി വിഴിഞ്ഞം ഹാർബറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ വിഴിഞ്ഞം ബീച്ചിലോ ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മണി വരെയൊക്കെ ആണെങ്കിലും ഈ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. നേരത്തെ 24 hours ഉണ്ടായിരുന്നതാണ്, ഇപ്പോൾ 2 മണി വരെയുള്ളൂ പ്രവർത്തിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ സമയങ്ങളിൽ രാവിലെ തുടങ്ങും, 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഷോപ്പ്. 5 മണി മുതൽ 2 മണി വരെ ഏത് സമയത്ത് വന്നാലും നിങ്ങൾക്ക് നല്ല സീ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പോരാ ഉസ്താദ് ഹോട്ടലിലേക്ക്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം.